അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഈ സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 20 സെക്കൻഡ് ആയപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ചെറിയ പീസായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് കനം കൂടാനും പാടില്ല, ഒരുപാട് കനം കുറയാനും പാടില്ല. ഇനി ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു 2-3 വെള്ളം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങെല്ലാം ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം, അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് കനം കൂടാനും പാടില്ല, ഒരുപാട് അങ്ങ് കനം കുറയാനും പാടില്ല. ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മൾ ചിലപ്പോൾ വാടിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അതാ ഇതുപോലെ മുറിഞ്ഞ് വരണം. ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ എനിക്കിപ്പോൾ 6 മിനിറ്റ് ആയപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉരുളക്കിഴങ്ങ് വെന്ത് ഉടയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി ഒരു 1/4 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇതും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ക്യാബേജ് അല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ആയപ്പോൾ ക്യാബേജൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്തപ്പോൾ ആ പൊടിയുടെ പച്ചമണമൊക്കെ അതാ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. ഈ ക്യാപ്സിക്കം വെന്ത് കുഴയാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം 20 സെക്കൻഡ് അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഒരു മിക്സിംഗ് ബൗളിൽ 4 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളോ ഫ്രിഡ്ജിലുള്ളതോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചതച്ച മുളകാണ്. അപ്പോൾ ഇത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മുട്ട ഒന്ന് അടിച്ചെടുക്കുക. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ആ മുട്ട ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അവരവരുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾ മിക്സ് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾ മിക്സ് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിനാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ പാനിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി മുട്ടയുടെ മിക്സ് നല്ലതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ മുട്ട ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്തിട്ടുള്ളതാണ്. ഈ മുട്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുക്കുക.
ഇനി ഒരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഇത് പാനിലേക്ക് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ പലഹാരം എല്ലാം ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്